ഹായ് ഫ്രണ്ട്സ്, നേരം വെളുത്ത് മക്കളെ. അപ്പം ഞാനിങ്ങനെ മുറ്റത്തേക്ക് ഇറങ്ങിയിരിക്കുകയാണ് കേട്ടോ. മുറ്റടിക്കാനായിട്ട് മഴയൊക്കെ നല്ലതൊന്നും പെയ്തില്ല, കുറച്ച് പെയ്തു. അപ്പം ഞാൻ അമ്പിളിമാമനെ കാട്ടാൻ വന്നതാണ്. അമ്പിളിമാമ അതാ മക്കളെ, കാണുന്നുണ്ടതാ അമ്പിളിമാമൻ. മാസം 17 ഒക്കെ ആയില്ല മക്കളെ. എന്താ വിശേഷം? എല്ലാവർക്കും സുഖം തന്നെയല്ലേ? അപ്പം മെയിലാഞ്ചി ചെടിയൊക്കെ അങ്ങനെ ഇങ്ങോട്ട് ചാഞ്ഞിക്കണു. നല്ല ഇലയൊക്കെ ഉണ്ടായി. ഇനി പെരുന്നാളൊക്കെ അല്ലേ വരുന്നു. മെയിലാഞ്ചി ചാഞ്ഞിക്കണം. പണ്ടൊക്കെ പെരുന്നാളാവുക വെച്ചാൽ എവിടെയെങ്കിലുമൊക്കെ മെയിലാഞ്ചി അരക്കാൻ തലേന്ന് തന്നെ പോയി കൊണ്ടുവരും. മെയിലാഞ്ചി അരക്കരുത്, സുന്നത്ത് മെയിലാഞ്ചിയാണ്. ഇപ്പം ആർക്കും ശർക്കര മെയിലാഞ്ചിയാണ് ആദ്യം ഇടുന്നത്. ഇപ്പം എല്ലാവരും ഇടണം. എന്താ വെച്ചാൽ ശർക്കര മൈലാഞ്ചി ചായപ്പൊടിയും കറല്ലേ, അത് നിസ്കാരം ശരിയാവില്ല. പക്ഷെ സുന്നത്ത് ഉള്ളത് നിസ്കാരം ശരിയാവണമെങ്കിൽ ഈ അരച്ച മൈലാഞ്ചി തന്നെ ഇടണം. പക്ഷേ പൊതുവെ എല്ലാവരും ചെയ്യുന്നത് അപ്പോൾ പിക്തി മൈലാഞ്ചി ഇട്ടാലും നിസ്കാരം ശരിയാവുമോ? ഒക്കെ കണക്ക് തന്നെയാണ്. ഇതാണ് യഥാർത്ഥ സുന്നത്ത്. ഈ മൈലാഞ്ചിക്ക് ഒക്കൂല. മറ്റേലൊക്കെ കെമിക്കൽ ആഡ് ചെയ്തിട്ട് തന്നെ ഉണ്ടാക്കണം. നമ്മൾ പെട്ടെന്ന് ഇടാൻ വേണ്ടിയിട്ട് ഇത് കുറേ നേരം ടൈം എടുക്കും ഇത് ചോക്കാൻ. അപ്പോൾ ഒരിക്കൽ വട്ടം ഇട്ട് ചോക്കൊന്നുമില്ല, 2-3 വട്ടം ഇട്ടെങ്കിലേ ഉള്ളൂ ഒരു നാച്ചുറലായി ചോപ്പ് വരുള്ളൂ. അപ്പോൾ എല്ലാവരും ഇപ്പോൾ സൂട്ടക്സിൻ്റെ മാതിരിയാണ് ഇപ്പോൾ ഒരു മൈലാഞ്ചി ഇറങ്ങിയിട്ടുണ്ട്. കണ്ടാ ചൂട്ടക്സാണ്, പക്ഷേ ഒരു സ്റ്റിക്കറോട് മാറ്റിക്കഴിഞ്ഞാൽ മൈലാഞ്ചിൻ്റെ രൂപമായി മാറി. എല്ലാവരും വിചാരം ശർക്കര മൈലാഞ്ചി ഇട്ടാൽ ഒക്കെ ഇതിലൊക്കെ കറകളുണ്ട്. എല്ലാവരും കെമിക്കൽ ആഡ് ചെയ്തിട്ട് തന്നെയാണ്. ശർക്കര മൈലാഞ്ചി ശർക്കര ചായപ്പൊടിയൊക്കെ കറ തന്നെയല്ലേ. അപ്പോൾ അത് ഇട്ടാലും നിസ്കാരം ശരിയാവില്ല. ചിലർ ബിഗ് ഇട്ടാൽ നിസ്കാരം ശരിയാവില്ല. ഒക്കെ കണക്ക് തന്നെയാണ്. ബിഗ് ഒക്കെ കണക്ക് തന്നെ. എന്നാലും പറച്ചിലോ നമ്മൾ ഒരു കാര്യം നമ്മൾ ചെയ്തിട്ടുണ്ടെങ്കിൽ നമ്മൾ എളുപ്പം ഇടാൻ വേണ്ടിയിട്ട് എളുപ്പം പോവുകയും ചെയ്യും. അത് 5 മിനിറ്റ് കൊണ്ട് എടുക്കാൻ വേണ്ടിയിട്ട് നമ്മൾ ചെയ്തിട്ടില്ല. പക്ഷേ ശർക്കര മൈലാഞ്ചിയിലും അത് നിസ്കാരം ശരിയാവില്ല. അത് നോക്കുകയാണെങ്കിൽ ഒക്കെ കണകുണയാണ് മൈലാഞ്ചികളാണ്. നല്ല ചുവപ്പ് കിട്ടാൻ വേണ്ടിയിട്ടല്ല ഇപ്പോൾ ശർക്കര മൈലാഞ്ചി ഒക്കെ ഇപ്പോൾ ആൾക്കാർ ഒക്കെ ശരിയാവുന്നുണ്ടോയെന്ന് നമുക്കറിയില്ല. നമ്മൾ എടുത്തിടും കയ്യുമ്മേ. ട്യൂട്ടക്സും വാരിത്തേക്കും, മൈലാഞ്ചിയും വാരിത്തേക്കൊക്കെ ചെയ്യും. അപ്പോൾ യഥാർത്ഥ മൈലാഞ്ചി അരച്ച മൈലാഞ്ചി തന്നെ. ഇതിലാണ് സുന്നത്തുള്ളത്. ബാക്കിയിലൊന്നും സുന്നത്തില്ല മക്കളെ. കറാത്തുമില്ല, ഹലാലും ഇല്ല, കറാത്തും ഒക്കെയാണ്. ഇതിലാണ് സുന്നത്ത്. ഇതാണ് നാച്ചുറൽ മൈലാഞ്ചി. ഇതിലാണ് സുന്നത്തുള്ളത്. ഞാനൊക്കെ സ്കൂളിൽ പഠിക്കുകയാണെങ്കിൽ എടുക്കുമ്പോൾ എന്നും എനിക്ക് ഈ മൈലാഞ്ചി സുന്നത്തല്ല, സുന്നത്ത് ഇങ്ങനെ എന്നും വെള്ളിയാഴ്ച ഈ മൈലാഞ്ചി അരച്ചിടൽ എന്നെ പണി. വേറൊരു പണിയില്ല, സ്കൂൾ പഠിക്കുകയല്ലായിരുന്നു. പിന്നെ പഠിക്കുന്നതിൻ്റെ ഇടയിലൊക്കെ നമ്മൾ മൈലാഞ്ചി. അപ്പം നമ്മൾ തോട്ടം ചീനാമുളകൊക്കെ 2 പഴുത്ത് നിന്നായിരുന്നല്ലോ, കാണാമല്ലോ. നല്ല മഴ പെയ്തിട്ട് വലിയ ചപ്പൊന്നുമില്ല, നല്ല കുടമ്പുഴയൊക്കെ. അപ്പം നമ്മൾ റോട്ടിലേക്ക് ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കുക കേട്ടോ. എല്ലാവരും ഹാപ്പിയായിരിക്കുക, സന്തോഷമായിരിക്കുക കേട്ടോ. അപ്പം എല്ലാ പണിയും കഴിഞ്ഞ് ഇനി മുറ്റടിച്ച് ഓരോന്ന് പുറത്ത് പോകണം. അപ്പോൾ ഒന്ന് വീഡിയോ ചെയ്തത്. ഇവിടെ കുറച്ച് ഭാഗത്ത് വെള്ളം നിൽക്കും. ചെടികളൊക്കെ ആകെ ഇങ്ങോട്ട് ദഹിക്കണം. അവർ ഇതൊക്കെ കൊടുത്തതാണ് മുട്ടൊക്കെ. അതൊക്കെ ഇപ്പോൾ പറഞ്ഞു വെക്കണം, നേരെ പൊന്തിച്ച് വെക്കണം. ഇതൊന്നും വിത്തൊന്നും ഉണ്ടായിട്ടില്ല മഞ്ഞ മക്കളെ. എന്താണോ
ചെറിയതാകുമ്പോഴത്തേന് പഴുക്കുകയാണ്. 2 വിത്തേ കിട്ടിയുള്ളൂ കേട്ടോ. വലിയൊരു മരം ഇരിക്കണ സംഭവം. പക്ഷെ വിത്തൊന്നും ഇതുമ്മേൽ അധികമൊന്നും കാണാനില്ല. അതൊക്കെ നല്ല അടിച്ചോരി വൃത്തിയാക്കണം. നമ്മൾ റോട്ടിൽ കൂടെ ഇങ്ങനെ നടക്കുക രാവിലെ തന്നെ. ഒരു എക്സസൈസ് അല്ലേ കുഞ്ഞുമക്കളെ. ആ പോസ്റ്റുമ്മ ലൈറ്റ് കത്തുന്നുണ്ട്. അതൊക്കെ എടുത്താനായിട്ട് പോവാണ് കേട്ടോ. എല്ലാവരും ഇപ്പം തന്നെ ഒന്നും നീക്കൂല. ഞാൻ മുറ്റടിക്കാൻ വേണ്ടി ഈ വണ്ടികളൊക്കെ പോകുമ്പോൾ നമ്മൾ മുറ്റടിക്കുമ്പോൾ റോഡൊക്കെ അടിക്കുമ്പോൾ അങ്ങോട്ട് പാറിപ്പോയി. എല്ലാ പണിയും നേരത്തെ കഴിച്ചാൽ പിന്നെ അതുവരെ നമ്മൾ കടന്നോളും. ഇവിടെ ഒക്കെ അടിച്ചു ഒരുപാട് സ്ഥലം അടിക്കാനുണ്ടാവും. അടിച്ച് ലൈറ്റ് കെടുത്താനായിട്ട് പോവുകയാണ്. പോസ്റ്റുമ്മ ലൈറ്റ് ഉണ്ട്. അപ്പം ഞാൻ മുഖം കാണിച്ചായിരുന്നു. മുഖം കാണിക്കാതല്ല വീഡിയോയിലല്ലേ, ഒന്ന് മുഖം കാണിച്ച് വീഡിയോ ഇട്ടോ. അത് രാവിലെ തന്നെ അവിടുത്തെ ലൈറ്റ് ഓഫായിക്കണം, ഇവിടുത്തെ ലൈറ്റ് ഓഫാക്കിയിട്ടില്ല. ഇത് ഞാനെന്നും എത്ര ആൾക്കാർ ഇതിൽ കൂടെ പാസ് ചെയ്ത് പോയാലും ഈ പരിപാടി ചെയ്യൂല. ലൈറ്റ് ഇടാൻ കുറേ കഷ്ടപ്പെട്ട് മീറ്റിങ്ങൊക്കെ നടത്തിയിട്ടാണ് ഈ ലൈറ്റ് തന്നെ ഇട്ടത്. അപ്പോൾ ലൈറ്റ് ഇട്ട് നോക്കുമ്പോൾ കെടുത്താനാളില്ല. അങ്ങനത്തെ സിറ്റുവേഷനിലാണ് പോയിക്കൊണ്ടിരിക്കുന്നത്. അപ്പോൾ ലൈറ്റൊക്കെ കെടുത്തി നമ്മൾ റോട്ടിൽ കൂടെ അങ്ങനെ നടക്കുകയാണ്. അടുത്തടുത്തൊക്കെ വീടുകളാണ്, അടുപ്പ് കല്ല് പോലെ വീടാണ്. അതോട് പേടിയൊന്നുമില്ല. സൂറാവിടെ മുരിങ്ങണ്ട ഞങ്ങൾ. ഇപ്പോൾ ഈ കൊല്ലം പൂക്കൽ കുറവാണ് കേട്ടോ. ഈ ചൂട് കൊണ്ട് എല്ലാ പൂക്കളും കൊഴിഞ്ഞു വീഴാണ്. ഒരു മുരിങ്ങക്കായ ഉണ്ടായിക്കണം നമ്മളെ സൂറാബിയുടെ മുരിങ്ങക്കൊക്കെ. വലിയ നീളം ലൈറ്റുള്ളതുണ്ടോ ഇതാ. പിന്നെ പൂവും കറിയൊക്കെ. അപ്പോൾ എല്ലായിടത്തോടൊക്കെ കഴിഞ്ഞു വേണം. ഏതായാലും പഴുത്ത് നിൽക്കണം. ഏതായാലും അടിച്ചു വരാൻ നിൽക്കല്ലേ. അപ്പോൾ ഉള്ളിടത്തോടൊക്കെ കൊഴിച്ചിട്ട് രണ്ടാമത്തെ മുരിങ്ങക്കായ, സൂറാബിയുടെ മുരിങ്ങക്കായ. ചെടികളൊക്കെ വീണ് കിടക്കുക എൻ്റെ പൊന്നു മക്കളെ. അതിനൊക്കെ ഇപ്പം ഇനി നീപ്പിച്ചു കൊടുക്കണം. ഈ കാറ്റടിച്ച് നോക്കുമ്പോഴേ ആകെ വീണ് ഒരുപാട് ഏക്കും. അതിന് മുട്ട് താങ്ങി കൊടുക്കട്ടെ പൊന്നെ. കണ്ടിട്ട് സഹിക്കണില്ല പൊന്നു മക്കളെ. ആറ്റ് നോറ്റുണ്ടാക്കിയതല്ലേ നമ്മൾ. ഓരോ ചെടികളും അങ്ങനെ പൂക്കൾ നിറഞ്ഞ് നിൽക്കുമ്പോൾ തന്നെ ഇതാണെങ്കിൽ പെട്ടെന്നൊന്നും കൊഴിയാത്ത പൂക്കളാണ്. വണ്ടികൾ വന്നിട്ടേ അത് പിന്നെ ചക്കരത്തും മലിഞ്ഞു പോവും. റോട്ടിലായത് കൊണ്ട് തന്നെ നമ്മളൊന്ന് മുട്ട് താങ്ങി കൊടുക്കണം. അതാണ് നമ്മൾ ചെയ്യണത്. പരിസരങ്ങളും കാര്യങ്ങളൊക്കെ കണ്ടോളിട്ട് ഒരു മണക്കനാട് ചാടിയിട്ടുണ്ട്. അമ്പിളി മാമനാണ് ആകെ ചപ്പയ്ക്ക് കാറ്റെല്ലാം അടിച്ചിരുന്നു. പക്ഷേ മഴ പെയ്താൽ മൊത്തം വെള്ളമാണ്. അതിനേക്കാളും കൂടുതൽ വെള്ളം നിൽക്കലുണ്ട്. ഇപ്പം അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ ഇഞ്ഞ് താഴത്തേക്ക് പോയിട്ടുണ്ടാവും. അതാണ് ഇത്ര കുറച്ച് വെള്ളം. അവിടെ അടുത്ത് കുറച്ച് ഭാഗങ്ങളിൽ വെള്ളം നിൽക്കും. അപ്പോൾ എല്ലാ കാഴ്ചകളും കണ്ടല്ലോ മക്കളെ. ഇവിടെ കുറച്ച് കല്ലൊക്കെ ഇട്ടുകയാണ്. ഈ പിന്നെ സൺസൈഡിൽ നിന്ന് വരുന്ന വെള്ളം ചാടുമ്പോൾ കുഴിയാവണ്ടാച്ചിട്ട്. അപ്പോൾ പിന്നെ കോഴികളൊക്കെ കുത്തി നിരത്തി വെച്ചിരിക്കുകയാണ്. എൻ്റെ പൊന്നു മക്കളെ എന്താ ഇപ്പം ചെയ്യുക. ഇത് JCB മാതിരി കോഴികൾ നിരത്തിയതാണ്. ഇതൊക്കെ അടിച്ചോരി അവർക്ക് ലെവലാക്കി വെച്ചാലുള്ളൂ സമാധാനമുള്ളൂ. നമ്മളെ പിന്തറയാണ് ഇപ്പോൾ അതേ. പണി തന്നെ എടുക്കാനുള്ള പണി തന്നെ ഉള്ളൂ പൊന്നു മക്കളെ. പണി തന്നെ ഉള്ളൂ ഇവിടെ. ഇപ്പോൾ പെരിച്ചായി മാന്തണ്ടാച്ചിട്ട്
നമ്മൾ ഈ പരിപാടി ചെയ്താണ്. കല്ലൊക്കെ ഇവിടെ കൊടുത്തിട്ടാണ് അതൊക്കീനും കോഴികൾ JCB ഓല കാലം കൊണ്ട് JCB മാന്തും പോലെ മാന്തിക്കും. ഇപ്പോഴേക്കൊന്നും തേച്ചിട്ടില്ല. അതാണ് തേച്ചാലും തേച്ചില്ലെങ്കിലും പോണത് നമ്മൾ ആറോ എത്ര വെത്തേ കടന്നാലും പോണത് 6 മണിക്കല്ലേ. അപ്പം അതും ഇല്ലാത്തോ തേക്കാത്തതിനും ചോരാത്തൊരു പേരായി കിട്ടി. അത്രേ ഉള്ളൂ ഇപ്പം നമ്മൾ വിചാരിക്കുന്നുള്ളൂ. ഞാൻ ഓട് പൊട്ടിച്ചിട്ടേ പണ്ടത്തെ തറവാട് ഓടായിരുന്നു. അപ്പം അവിടുത്തെ ഓടുകളൊക്കെ പൊട്ടിച്ച് ഇതാക്കിയത് തറവാട്ടിക്കുള്ള വെച്ച. അപ്പം അങ്ങനത്തെ പണികളൊക്കെയാണ് മക്കളെ. അത് കണ്ടില്ലേ, നേരം വെളുത്താ പണികളാ. പണി തന്നെ ഉള്ളൂ. ഇങ്ങനത്തെ ഓരോരോ കാട്ടിക്കൂട്ടൽ കാട്ടി വെച്ചാൽ വൃത്തിയായിട്ട് നമ്മളെ ബാക്കും പരിസരം എപ്പോഴും വൃത്തിയായിരിക്കണം. എപ്പോഴാണ് നമ്മളെ മരണം വരികയെന്ന് നമ്മൾ പറയാൻ പറ്റൂല. ചിലപ്പം കുഴക്കളിയാലും മരിച്ചു. മാതിരി ചൂടത്ത് ഇടിവെട്ടി മരിച്ചു എത്രയുണ്ട്. അപ്പം നമ്മളെ പരിസരം നമ്മൾ വൃത്തിയാക്കുക, മാക്സിമം വൃത്തിയാക്കുക. ചിലർ മുറ്റന്നെ അടിച്ചില്ല, മുറ്റമൊക്കെ അടിച്ചു തരും. ആകും മനസ്സും ശരീരം വൃത്തിയായിരിക്കണം. ഇപ്പോൾ നല്ല പുണ്യറവണ ലൈലത്തുൽ ഖദർ ഇറങ്ങണ ദിവസങ്ങളാണ്. മഹഫറത്തിൻ്റെ 10 അപ്പോൾ എല്ലാവരും നല്ലതായിട്ട് ബദരീങ്ങളാണ്ടൊക്കെ നല്ല രീതിയിൽ കഴിയുക. നാളെ ബദരീങ്ങളെ ആണ് ഇന്നാണ് വച്ചിരുന്നത്, പക്ഷേ നാളൊക്കെ ആക്കിക്കണം കേട്ടോ, ബുധനാഴ്ചയാണ്. അപ്പോൾ ബദരീങ്ങൾ മരിച്ച ദിവസമാണെന്ന്. നല്ലൊരു ദിവസം, നമുക്ക് ഏറ്റവും പ്രിയപ്പെട്ട നമ്മൾ എന്ത് വിളിപ്പുറത്ത് വരുന്ന ബദരീങ്ങളാണ്. ഞാൻ എത്ര സങ്കടത്തിലും ഞാൻ വിളിച്ച് കൊടുത്ത് ബദരീങ്ങൾ നല്ല അനുഗ്രഹം ഉണ്ട് കേട്ടോ എനിക്ക്. എന്ത് പറഞ്ഞാലും ഞാൻ എന്തെങ്കിലും കാണാതായത് പോലും എനിക്ക് ബദരീങ്ങളെ ഉണ്ടെന്ന് കാണാനില്ല എന്ന് പറഞ്ഞാൽ അതെനിക്ക് അപ്പം കിട്ടുട്ടോ. വലിയ അങ്ങനെ ഓതുക. അപ്പോൾ മക്കളെ നമ്മൾ അവിടെ നിന്നൊക്കെ പോന്നു. ഇവിടെ ഇരിക്കുക പക്ഷെ പൊന്നെ അവിടെ കുറച്ച് നേരം ചെറിയ പിടിച്ചൂരാണ് കുഴങ്ങിയപ്പത്തിന്. അപ്പം എല്ലാവർക്കും സുഖമായിരിക്കുക. അപ്പോൾ നമുക്ക് ബദരീങ്ങളെ കുറിച്ച് പതറിയുത്തൊരു പാട്ട് പാടുക. പതറിയുത്ത കാലം തന്നെ പാടവെട്ടി വിജയിച്ച ശുഹദാവുൽ ബദരീങ്ങളെ ഉതികത്തും ഈസിലാമിൻ പതറിയുത്ത കാലം തന്നെ വടവെട്ടി വിജയിച്ച ശുഹദാവുൽ ബദരീങ്ങളെ. അപ്പോൾ ബദരീങ്ങളെ ആണ്ടാണ് ഇന്ന്. ചിലയിടത്തൊക്കെ ഉണ്ടാവും, ഇവിടെ നാളെയാണ് കേട്ടോ. എല്ലാത്തും ഒത്തു റെഡിയായി കിട്ടണമെങ്കിലും കുറച്ച് കാണല്ലോ, താമസങ്ങളുണ്ടാവും. പക്ഷേ നല്ലൊരു ദിവസമാണെന്ന്, നല്ലൊരു പ്രധാനപ്പെട്ട ദിവസമാണ്. യുദ്ധത്തിൽ ഷഹീദായി മരിച്ചതാണ് നമ്മളെ ബദരീങ്ങൾ. പ്രധാനപ്പെട്ട നമുക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ടത് ഒരു ബദരീങ്ങൾ. നമ്മൾ ഒരു സാധനം കാണാതായിട്ട് എനിക്ക് ബദരീങ്ങളെ എൻ്റെ സാധനം ഒന്നും കാണാനില്ല, എൻ്റെ ബദരീങ്ങളെ ഒന്ന് കാണിച്ചു തരീന്ന് പറഞ്ഞപ്പോൾ ആ സാധനം അപ്പം എൻ്റെ മുന്നിൽ കണ്ണിൽ പ്രതിഷ്ഠപ്പെട്ടു എന്ന് പറയാം. അത്രക്കും പ്രാധാന്യമുള്ള, അത്രക്കും ഫായിദ ഉള്ള ആളാണ് ഈ ബദരീങ്ങൾ.
നല്ല കറാമത്തുള്ള ആളാണ് ബദരീങ്ങൾ. അപ്പോൾ നമ്മൾ എന്ത് ചോദിച്ചാലും, അതുപോലെ ഞങ്ങൾ വയനാട്ടിലേക്ക് പോകുമ്പോൾ ഞാൻ വണ്ടി ഇടിക്കാൻ പോയപ്പോൾ ബദരീങ്ങൾ പാപ്പാ എന്ന് പറഞ്ഞു. അതിലാ വണ്ടി അവിടെ നിന്നു. നല്ല ഗുണങ്ങളാണ്, വിളിച്ചാൽ വെളിപ്പെടുത്തി വരും ബദരീങ്ങൾ. ആ ഒരു സന്ദർഭത്തിലാണ് ബദരീങ്ങൾ മാസം 17 ബദരീങ്ങൾ ആണ്ട്. അപ്പോൾ അതിനൊക്കെ സംബന്ധിച്ചോളം എല്ലാവരും നല്ല സന്തോഷമായിരിക്കുക, നല്ല നല്ല ദിക്റുകളും സലാത്തുകളും അധികരിപ്പിക്കുക. അപ്പോൾ മക്കളെ നല്ല സപ്പോർട്ട് തരിക, ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. ഒക്കെ ബൈ. സീ യു. അസ്സലാമു അലൈക്കും.